ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ നെയിം ബിജീസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് ബസ്മതി റൈസ് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട്, പിന്നെ നമ്മൾ കുക്കറിലല്ല അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ 3 ഗ്ലാസ്സിന് പകരം 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്വല്പം ഉപ്പിട്ട് സ്വല്പം ഓയിൽ ഒഴിച്ച് വേവിച്ച് വെച്ചതാണ്. നിങ്ങൾ കുക്കർ വേവിക്കുകയാണെങ്കിൽ 5 ഗ്ലാസ് വെള്ളം മതി. അതിനായിട്ട് ഞാനിവിടെ മുട്ട ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ കണക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇടാം. 6 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4-5 പച്ചമുളക് കീറിയത്, ഒരു 2 തക്കാളിക്ക സ്ക്വയർ ടൈപ്പ് അരിഞ്ഞത്. പിന്നെ സ്പൈസസ് ആയിട്ട് നമുക്ക് ഈ ഇല വേണം, ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. പട്ട ഒരു 2 പീസ്, ഗ്രാമ്പ് ഒരു 4-5 പീസ്, ഏലക്ക ഒരു 4 ഏലക്ക ഞാനിവിടെ ഇടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി അതൊരു 1 ടീസ്പൂൺ ഉണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അത് 1 ടീസ്പൂൺ. ബിരിയാണി മസാല 1 ടീസ്പൂൺ. നെയ്യ് ആവശ്യത്തിന്. 1/4 കപ്പ് തൈര്, അത് ഞാൻ ഒന്ന് ഇച്ചിരി കലക്കി വെച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് മല്ലിയില ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ചുവന്ന പൊടിയും, ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ല, കുറച്ച് കുരുമുളക് കൂടെ നമ്മൾ യൂസ് ചെയ്യും. കുറച്ച് കുരുമുളക്, ഒരു സ്വല്പം ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് നമുക്ക് മുട്ട ഇടാം. മുട്ട ഞാൻ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ മുട്ടയിലും നൈഫും കൊണ്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മൂത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യിടാം. അതിനൂടെ കുറച്ച് ഓയിലൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഇല ഇട്ട് കൊടുക്കാം, ബേ ലീഫ് ഇട്ട് കൊടുക്കാം, പട്ടയും ഏലക്ക പൊടിച്ചതും. ഇനി ഇതിലോട്ട് സവാള ഇട്ട് വഴട്ടാം. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇനി ഇത് നമുക്ക് തുറക്കാം. ഇതിലോട്ട് ബാക്കി ഇരുന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഗരം മസാല, ബിരിയാണി മസാല,
1 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് പെപ്പർ പൗഡർ. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ. ഇനി നമുക്ക് അതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് ചോറിൻ്റെ അരിക്കകത്ത് നമ്മൾ ഉപ്പിട്ട് വേവിച്ച ഉള്ളി വഴറ്റിപ്പിട്ട് അതനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ഗ്രേവി ഒന്ന് നോക്കണം ഉപ്പുണ്ടോ ഇല്ലയോ. തൈര് ഒഴിക്കുമ്പം ഇപ്പം നമ്മൾ അരക്കപ്പ് തൈരാണ് എടുത്തത്. അത് കുറവായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഗ്രേവി ആ ചോറിട്ട് മിക്സ് ചെയ്യാൻ പ്രയാസമായിട്ട് വരുവാണെങ്കിൽ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എപ്പോഴും ഈ ചോറ് വേവുമ്പോൾ 3/4 വേവേ ആകാവൂ. ആ പറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് വേവ് നമുക്ക് കിട്ടും. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ടാ മല്ലിയില കുറച്ച് വിതറാം. തീ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ഇടാം. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വിഭവമായി ഇനി നമുക്ക് കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു.